ആധർമ്മേ മധുകൈഢഭക്തി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാവാരിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനീ നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബിയേ. ഇനി രണ്ടാമത്തെ അധ്യായത്തിലുള്ളതായിട്ടുള്ള കഥ പറയുകയാണ്. അതായത് ആദ്യത്തെ അധ്യായത്തിൽ മധുകൈടഭന്മാരെ വധിക്കാനായിട്ട് ദേവി വിഷ്ണുവിൻ്റെ ഉറക്കത്തെ നിദ്രയെ ഇല്ലാണ്ടാക്കിയിട്ട് മോഹത്തിന് വിജ്ഞാനത്തിന് വിധേയരാക്കി മോഹിപ്പിച്ച് വരം കൊടുപ്പിച്ചു. വിഷ്ണുവിന് തങ്ങളെ വസിച്ചു കൊള്ളാനുള്ളതായിട്ടുള്ള വരം കൊടുത്തു. അങ്ങനെ ആ മധുകൈടഭന്മാർ എന്നുള്ളതായിട്ട് രണ്ട് അസുരന്മാരെയും വധിച്ച കഥയാണ് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞത്. ഇനി വീണ്ടും ദേവിയുടെ മാഹാത്മ്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് മഹർഷി പറഞ്ഞു തുടങ്ങുകയാണ്. സുരധര മഹാരാജാവിനോടും വൈശ്യനോടും ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ വീണ്ടും തുടരുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ദേവാസുരന്മാർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയണത്. ദേവാസുരമഭൂത് യുദ്ധം പൂർണ്ണമബ്ദശതം പുരാ മഹിഷേ സുരാണാമധിപേ ദേവാനാം ച പുരന്തരേ. പുരാ പണ്ട് മഹിഷേ അസുരാണാം അധിപേ, മഹിഷൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരൻ, സുരാണാം അധിപേ അസുരാണാം അധിപേ അസുരന്മാരുടെ രാജാവായിട്ട് മഹിഷേ സുരാണാം അധിപയുടെ പദം മുറിക്കുമ്പോൾ മഹിഷേ അസുരാണാം അധിപേ എന്നാവും. മഹിഷൻ അസുരന്മാരുടെ അധിപനായിരിക്കുന്ന കാലത്ത് ദേവാനാം ച പുരന്തരേ, ദേവാനാം അധിപേ എന്നുള്ള അധിപേ എന്നുള്ളത് കൂടി ഇരിക്കണം. ദേവാനാം അധിപേ, ദേവന്മാരുടെ അധിപനായിട്ട് പുരന്തരനായിരുന്നു എന്നാണ്. ദേവേന്ദ്രൻ, പുരന്തരൻ എന്നുള്ളത് ദേവേന്ദ്രൻ്റെ മറ്റൊരു പേരാണ്. ആ പുരന്തരൻ ദേവേന്ദ്രനുമായിരുന്നു, അതായത് ദേവന്മാരുടെ അധിപനായിരുന്നു. മഹിഷൻ അസുരന്മാരുടെയും അധിപനായിരുന്നു, രാജാവായിരുന്നു. മഹിഷാസുരൻ ആണ് അസുരന്മാരുടെ രാജാവ്. ഇന്ദ്രൻ ദേവന്മാരുടെയും രാജാവായിരുന്ന കാലത്ത് പുരാ, ആ സമയത്ത് ദേവാസുരാണാം അഭൂത് യുദ്ധം, ദേവാസുരം അഭൂത് യുദ്ധം, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം അഭൂത്, ദേവാസുരം അഭൂത് യുദ്ധം, ദേവാസുരന്മാർ തമ്മിലുള്ളതായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായി. ദേവാസുരന്മാർ തമ്മിൽ ഉള്ളതായ യുദ്ധം അഭൂത്, യുദ്ധം ഉണ്ടായി എന്നാണ്. ഇത്രയും കൊച്ചു കാലമൊന്നുമില്ല. പൂർണ്ണം അബ്ദശതം, പൂർണ്ണമായിട്ട് 100 വർഷം. അബ്ദശതം, അബ്ദം എന്ന് വെച്ചാൽ വർഷം, കൊല്ലം. ശതം 100, പൂർണ്ണം അബ്ദശതം, പൂർണ്ണമായിട്ടുള്ള 100 വർഷങ്ങൾ ഈ യുദ്ധം നീണ്ടു നിന്നു എന്നാണ്. ദേവാസുരന്മാർ തമ്മിൽ പൂർണ്ണമായിട്ട് 100 വർഷം യുദ്ധം ഉണ്ടായി എന്നാണ്. പുരാ പണ്ട് മഹിഷൻ അസുരന്മാരുടെ രാജാവും ദേവേന്ദ്രൻ ദേവന്മാരുടെ രാജാവുമായിരുന്നതായിട്ടുള്ള കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 കൊല്ലം യുദ്ധം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. തത്ര അസുരൈർ മഹാവീരീ ദേവസൈന്യം പരാജിതം ജിത്വാ ച സകലാൻ ദേവാൻ ഇന്ദ്രോഭൂത് മഹിഷാസുര. തത്ര, ആ യുദ്ധത്തിൽ അസുരൈഹി മഹാവീര്യൈഹി, മഹാവീര്യന്മാരായിട്ടുള്ള അസുരന്മാരാൽ, മഹാവീര്യത്തോടു കൂടിയതായ അസുരന്മാരാൽ, വളരെയധികം വീരന്മാരായിരുന്ന അസുരന്മാരാൽ ദേവസൈന്യം പരാജിതം, ദേവസൈന്യം പരാജിതം, പരാജിതമായി. ദേവസൈന്യം പരാജിതം, ദേവസൈന്യം പരാജിതമായി, തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ജിത്വാച സകലാൻ ദേവാൻ, സകലാൻ ദേവാൻ ജിത്വ, എല്ലാ ദേവന്മാരെയും ജയിച്ചിട്ട്, ഇനി ആരും ബാക്കിയുണ്ടായിരുന്നില്ല, സർവ്വദേവന്മാരെയും ജയിച്ചു മഹിഷാസുരൻ എന്നാണ്. ജിത്വ സകലാൻ ദേവാൻ, സകലാൻ ദേവാൻ ജിത്വ, എല്ലാ ദേവന്മാരെയും ജിത്വ ജയിച്ചിട്ട് ഇന്ദ്രോഭൂത് മഹിഷാസുര, മഹിഷാസുര ഇന്ദ്ര അഭൂത്, മഹിഷാസുരൻ ഇന്ദ്രനായി തീർന്നു, ദേവേന്ദ്രനായി തീർന്നു എന്നുള്ളതാണ്. ദേവന്മാരുടെയും ഇന്ദ്രനായി മഹിഷാസുരൻ. അതായത് ആദ്യം അസുരന്മാരുടെ അധിപനായിരുന്നു. പക്ഷേ ഈ ദേവാസുര യുദ്ധം ഉണ്ടായപ്പോൾ ആ ദേവന്മാരെയെല്ലാം
തോൽപ്പിച്ച് മഹിഷാസുരൻ ദേവേന്ദ്രന്റെ സ്ഥാനം വഹിച്ചു. ദേവന്മാരുടെയും രാജാവായി, അസുരന്മാരുടെയും രാജാവായി മഹിഷാസുരൻ എന്നുള്ളതാണ്. ഇന്ദ്രോഭൂത് മഹിഷാസുര, മഹിഷാസുരൻ ഇന്ദ്രനായി തീർന്നു. ഇന്ദ്രന്റെ സ്ഥാനം വഹിച്ചു മഹിഷാസുരൻ തന്നെ എന്നുള്ളതാണ്. തത പരാജിത ദേവാ പത്മയോനിം പ്രജാപതിം പുരസ്കൃത്യ ഗതാസ്തത്ര യത്രേശ ഗരുഡധ്വജവോ. തത്ര ആ യുദ്ധത്തിൽ പരാജിതാഹ ദേവാഹ, പരാജിതരായ ദേവന്മാർ, തോൽപ്പിക്കപ്പെട്ടത, പരാജിതാഹ തോൽപ്പിക്കപ്പെട്ട, ദേവാഹ ദേവന്മാർ, തത്ര ആ യുദ്ധത്തിൽ, അവിടെ ആ യുദ്ധത്തിൽ എന്നർത്ഥം, അവിടെ ആ യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ പരാജിതരായ തോൽപ്പിക്കപ്പെട്ടതായ ദേവന്മാർ പത്മയോനിം പ്രജാപതിം പുരസ്കൃത്യ, പത്മയോനിയായിട്ടുള്ള പ്രജാപതിയെ, അതായത് പ്രജാപതി എന്ന് വെച്ചാൽ പ്രജകളുടെയൊക്കെ ആദി ഉള്ളതായിട്ടുള്ള സൃഷ്ടികർത്താവായിട്ടുള്ള ആ ബ്രഹ്മാവിനെ, പത്മയോനി, പത്മത്തിൽ നിന്ന് ഉണ്ടായത്, അതായത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിലുണ്ടായ, പൊക്കിലുണ്ടായ നിന്ന് പൊങ്ങിയതായിട്ടുള്ള താമരയിൽ ജനിച്ചതായ പത്മയോനി, പത്മമാകുന്ന യോനിയോടുകൂടിയ, ഉത്ഭവസ്ഥാനത്തോടുകൂടിയ, അതായത് പത്മം മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തിൽ ഉണ്ടായതായ ബ്രഹ്മാവ് പത്മയോനിം പ്രജാപതിം, പ്രജാപതിയായിട്ടുള്ള ആ പത്മയോനിയെ, ബ്രഹ്മാവിനെ പുരസ്കൃത്യ മുന്നിൽ നിർത്തിയിട്ട്, പുരസ്കൃത്യ മുന്നിലാക്കിയിട്ട് അദ്ദേഹത്തിനെ നേതാവാക്കി സ്വീകരിച്ചു. എല്ലാവരും വിഷ്ണുവിനെയും ശിവനെയും കണ്ട് സങ്കടം പറയാനായിട്ട് ഈ ബ്രഹ്മാവിനെ തങ്ങളുടെ നേതാവാക്കി സ്വീകരിച്ചിട്ട് എല്ലാവരും കൂടി പോയി എന്നുള്ളതാണ്. പുരസ്കൃത്യ മുൻപിൽ നിർത്തിയിട്ട്, പത്മയോനിയുടെ കീഴിൽ എല്ലാവരും പത്മയോനിയെ നേതാവാക്കിയിട്ട് ഗതാഹ പോയി. എവിടേക്ക് പോയി? തത്ര അവിടേക്ക് പോയി. എവിടെ? എത്ര ഏഷ ഗരുഡധ്വജവും, അവിടെ ഈശനും ഗരുഡധ്വജനും ഉണ്ടായിരുന്നതായ സ്ഥലത്തേക്ക് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ആ സമയത്ത് എന്നാണ്. എത്ര ഏഷ ഗരുഡധ്വജവും, ഈശൻ ശിവൻ, ഗരുഡധ്വജൻ മഹാവിഷ്ണു, മഹാവിഷ്ണുവും ശിവനും കൂടി ഇരുന്നിരുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് പത്മയോനിയോടൊപ്പം ഇവരെ എല്ലാ ദേവന്മാരും കൂടി പോയി സങ്കടം പറയാനായിട്ട്. ബ്രഹ്മാവിനെ മുന്നിൽ നിർത്തി ഇവരൊക്കെ കൂടി, എല്ലാ ദേവന്മാരും കൂടി ഗരുഡധ്വജനോടും ശിവനോടും ഈശനോടും ഗരുഡധ്വജനോടും പറയാനായിട്ട് അവരുടെ ഒന്നിച്ചിരുന്നിരുന്നതായിട്ടുള്ള അവസരത്തിൽ അവരെ കാണാനായിട്ട് പോയി. എല്ലാവരും ഈ സങ്കടം പറയാനായിട്ട് ദേവന്മാരൊക്കെ ബ്രഹ്മാവിനോടുകൂടി ഈ ശിവനും വിഷ്ണുവും ഒന്നിച്ചിരുന്നിരുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് പോയി എല്ലാവരും കൂടിയിട്ട് എന്നാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് യഥാവൃത്തം തയോസ്തത്ര മഹിഷാസുരചേഷ്ടിതം ത്രിദശാ കഥയാമാസു ദേവാഭിവിസ്തരം. യഥാവൃത്തം ഉണ്ടായതുപോലെ തയോഹോ, തയോഹോ അവരോട്, അതായത് ശിവനോടും വിഷ്ണുവിനോടും, തയോഹോ അവിടെ രണ്ടുപേരെ കാണാനാണല്ലോ പോയത്, അവരുടെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ തയോഹോ അവരോട്, ദ്വിവചനാണ് തയോഹോ എന്നുള്ളത്, അവരോട് പറഞ്ഞു. തയോഹോ അവരോട് യഥാവൃത്തം ഉണ്ടായതുപോലെ, സംഭവിച്ചതൊക്കെ യഥാവൃത്തം വർത്തിച്ചത് എങ്ങനെയാണോ അതുപോലെ, ഉണ്ടായതുപോലെ, സംഭവിച്ചതുപോലെ തയോഹോ അവരോട് തത്ര മഹിഷാസുര ചേഷ്ടിതം, മഹിഷാസുരൻ്റെ പ്രവൃത്തികൾ, ആ മഹിഷാസുരനെ എങ്ങനെയാണ് എല്ലാവരെയും കീഴ്പ്പെടുത്തി തോൽപ്പിച്ച് ആ ഇന്ദ്രസ്ഥാനമൊക്കെ അപഹരിച്ചത് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ്. മഹിഷാസുരൻ്റെ ചേഷ്ടിതം പ്രവൃത്തികളൊക്കെ ഉണ്ടായതുപോലെ അറിയിച്ചു. ത്രിദശാഹ കഥയാമാസുഹു, ത്രിദശാഹ ദേവന്മാർ കഥയാമാസുഹു പറഞ്ഞു. ത്രിദശാഹ എന്ന് വെച്ചാൽ 3 ദശകളുള്ളവരെന്നാണ് അർത്ഥം. അതായത് അവർക്ക് വാർദ്ധക്യമില്ല എന്നാണ്. വാർദ്ധക്യത്തിന് മുമ്പിലുള്ളതായിട്ടുള്ള ബാല്യം, കൗമാരം, യൗവനം, ഈ 3 അവസ്ഥകളേ ഉള്ളൂ, വാർദ്ധക്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ത്രിദശന്മാർ, 3 ദശകളുള്ളവർ എന്നാണ്. 4ാമത്തെ ദശ അവർക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ത്രിദശന്മാർ, ദേവന്മാർ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. മഹിഷാസുരൻ എൻ്റെ ചേഷ്ടിതം, മഹിഷാസുരൻ അവരെ ദേവന്മാരെ മുഴുവൻ തോൽപ്പിച്ച് ഇന്ദ്രസ്ഥാനം കൈയടക്കിയതായിട്ടുള്ള വൃത്താന്തം മുഴുവൻ ഉണ്ടായതുപോലെ കഥയാമാസുഹു പറഞ്ഞു. ദേവാഭിഭവ വിസ്തരം, ദേവന്മാരുടെ അഭിഭവം, അവരുടെ തോൽവി, ആ ദേവന്മാരുടെ പരാജയത്തിനെ
വിസ്തരിച്ച് അതെന്താണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ ദേവാഭിഭവം, ദേവന്മാരുടെ തോൽവി, അഭിഭവം തോൽവി എന്നുള്ളതാണ് പരാജയം. അത് വിസ്തരിച്ച് വിസ്തരം, അതിൻ്റെ വിസ്താരം, അതിൻ്റെ മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എന്നുള്ളതാണ്. ഈ രണ്ടു പേരെയും, ശിവനെയും വിഷ്ണുവിനെയും പറഞ്ഞു കേൾപ്പിച്ചു ദേവന്മാർ അവിടെ ചെന്നിട്ട് എന്നാണ്. സൂര്യേന്ദ്രാഗ്നിയിലെ ഇന്ദൂനാം യമസ്യ വരുണസ്യ ച അന്യേഷാം ച അധികാരാൻ സ സ്വയമേവാധിതിഷ്ഠതി. എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ്. എല്ലാവരുടെയും അധികാരം സ്വയം കൈയടക്കി എന്നുള്ളതാണ്. എല്ലാ ദേവന്മാരെയും തോൽപ്പിച്ചു എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ആ എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്തു. സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, അനിലൻ, ഇന്ദു. സൂര്യൻ തന്നെ, ഇന്ദ്രൻ ദേവേന്ദ്രൻ, അഗ്നി, അനിലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ്, വായു. ഇന്ദൂനാം, ഇന്ദു ചന്ദ്രൻ. ഇങ്ങനെ എല്ലാ യമസ്യ വരുണസ്യ ച, യമൻ വരുണൻ എല്ലാ ദേവന്മാരെയും കീഴ്പ്പെടുത്തി. അങ്ങനെ അവരുടെയൊക്കെ അധികാരം ഈ ഓരോരുത്തർക്കും ഓരോരോ പ്രവൃത്തികളുണ്ടല്ലോ. ദേവന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തികളാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഈ മഹിഷാസുരൻ തന്നെ സ്വയം ഏറ്റെടുത്തു. ഇവർക്കൊന്നും അധികാരം ഇല്ലാണ്ടായി എന്നുള്ളതാണ്. സൂര്യേന്ദ്രാഗ്നി അനിലെ ഇന്ദൂനാം യമസ്യ വരുണസ്യ ച അന്വേഷാം ച അധികാരാൻ. ബാക്കിയുള്ള ദേവന്മാരുടെയും ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങളുണ്ട്. അപ്പൊ എല്ലാവരുടെ അധികാരങ്ങളും, അന്വേഷാം മറ്റുള്ളവരുടെയും അധികാരങ്ങളെ സ സ്വയമേവ അധിതിഷ്ഠതി. സ്വയമേവ ആ മഹിഷാസുരൻ സ്വയം ഇതെല്ലാം വഹിക്കുന്നു എന്നാണ്. അധിതിഷ്ഠതി, ഇതൊക്കെ നിർവഹിക്കുന്നു. എല്ലാവരുടെ അധികാരവും ഇപ്പോൾ മഹിഷാസുരനാണ് എന്നുള്ളതായിട്ടുള്ള വിവരം ഈ ദേവന്മാരൊക്കെ ചെന്ന് മഹാവിഷ്ണുവിനോടും ശിവനോടും അറിയിച്ചു എന്നാണ്. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായേ നമഃ.